ഓം ജയ് സായിറാം. നമ ശിവായ. ഇന്ന് 21-ാമത്തെ അധ്യായമാണ്. വരദാനം എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. മഹാപുരുഷന്മാരെ ദർശിക്കാൻ സുഹൃതവും മഹാഭാഗ്യവും വേണം. അതില്ലെങ്കിൽ ശ്രമിച്ചാൽ പോലും സാധിക്കില്ല. ഇക്കാര്യത്തിൽ തെളിവ് എൻ്റെ അനുഭവം തന്നെ. അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് പറയണത്. അതായത് മഹാപുരുഷന്മാരെ ദർശിക്കാൻ സുഹൃതവും മഹാഭാഗ്യവും വേണമെന്നാണ് പറയുന്നത്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നടക്കില്ല. പോരാതിനിപ്പോൾ ഷിർഡി പോകണമെന്ന് വയ്ക്കുക. ആ ഭഗവാൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ പോലും നമ്മൾ സുഹൃതം ചെയ്യണം. അല്ലാണ്ട് എത്രയോ ആൾക്കാർ പോകണമെന്ന് വിചാരിക്കണം, പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ പോകാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയവരും ഉണ്ട്. അപ്പോൾ അതിനൊരു സുഹൃതം ചെയ്യണം എന്നർത്ഥം. അല്ലെങ്കിൽ എത്ര ശ്രമിച്ചാലും ആ സുഹൃതം ഇല്ലാച്ചിട്ട് എത്ര ശ്രമിച്ചാലും നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയാണ്. ഞാൻ ബാന്ദ്രയിൽ, ബോംബെയിൽ മജിസ്ട്രേറ്റ് ആയിരുന്ന സമയം, അക്കാലം അവിടെ ഒരു മഹാസിദ്ധനുണ്ടായിരുന്നു. പീർ മൗലാന എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു മുസ്ലിം സിദ്ധനാണ്. നാനാ മതത്തിലുള്ളവർ ആ മഹാത്മാവിനെ വന്ദിക്കാനും അനുഗ്രഹം തേടാനും അവിടെ എത്തിയിരുന്നു. പലവട്ടം എന്നോട് അവിടെ പോകാനായി ഞങ്ങളുടെ പുരോഹിതൻ ഉൾപ്പെടെയുള്ളവർ ഉപദേശിച്ചു. പക്ഷേ എനിക്ക് പോകാനായില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനിടയിൽ വരും. മാത്രമല്ല, എന്നെപ്പോലെ പഠിപ്പും പദവിയുമുള്ള ഒരാൾ ജനക്കൂട്ടത്തിനിടയിൽ കാത്തുകെട്ടി നിൽക്കുക, പരസ്യമായി വന്ദിക്കുക തുടങ്ങിയവയൊക്കെ മാന്യതയ്ക്ക് ചേർന്നതായി ഞാൻ കരുതിയുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഈഗോ നമുക്ക് പറയാം. ആ ഈഗോ കാരണം അദ്ദേഹം മജിസ്ട്രേറ്റായിരുന്നല്ലോ. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരാളുടെ അടുത്ത് പോയി നിൽക്കുക, അങ്ങനെ കാത്തുകെട്ടി നിൽക്കുക, വന്നിക്കുക എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ ഈഗോ അയാൾക്ക് അനുവദിച്ചിരുന്നില്ല എന്ന് പറയണം. അങ്ങനെ എത്രയോ വർഷം കടന്നുപോയി. എനിക്ക് സ്ഥലം മാറ്റമായി. കാലമായപ്പോൾ ഈശ്വരേച്ഛയാൽ എനിക്ക് ഷിർദിയിൽ വരാനായി, സായി തൃപ്പാദങ്ങൾ ദർശിക്കാനായി. അവിടുത്തെ അപാര കൃപയാൽ നിരന്തരം ദർശിക്കാനും സ്പർശിക്കാനും സേവിക്കാനും ഇടയായി. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ മഹാപുരുഷന്മാരെ ദർശിക്കാനാവൂ. അല്ലെങ്കിൽ അത് അതീവ ദുഷ്കരം. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, പ്രിയ സജ്ജനങ്ങളെ, നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാനായി ഒരു കാര്യം പറയാം. ഋഷീശ്വരന്മാർ ആദ്യകാലം മുതലേ ഒറ്റക്കെട്ടാണ്. അവർ പല സമയത്ത് പല ദിക്കിൽ പല രൂപത്തിൽ പല നാമത്തിൽ വരുന്നു. ഇവരുടെ എല്ലാം ഉദ്ദേശം ഒന്നു മാത്രം: നമ്മെ ഈശ്വര സമീപം എത്തിക്കുക. അവർ എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഋഷീശ്വരന്മാർ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ആരെയും നിന്ദിക്കാതിരിക്കാം. നമ്മുടെ ഇഷ്ടേശ്വരനെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യാം. ഇക്കാര്യം വെളിപ്പെടുത്തുന്ന ഒരു സായി ലീല കേൾക്കൂ. ശ്രീ VH താക്കൂർ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള BA ബിരുദധാരിയായ മാന്യൻ, ജോലി റവന്യൂ വകുപ്പിൽ. ഒരിക്കൽ ജോലി സംബന്ധമായ അദ്ദേഹത്തിന് ബെൽഗാമിനടുത്തുള്ള വഡാഗ്രാം ഗ്രാമത്തിൽ പോകേണ്ടി വന്നു. ആ ഗ്രാമത്തിൽ ഒരു വലിയ സിദ്ധനുള്ളതായി താക്കൂർ കേട്ടറിഞ്ഞു. അദ്ദേഹം ആ സിദ്ധനെ ദർശിക്കാനായി അവിടെ പോയി. താക്കൂർ ചെല്ലുമ്പോൾ സിദ്ധൻ നിശ്ചലദാസ് എഴുതിയ വിചാരസാഗരം എന്ന ഗ്രന്ഥം വായിക്കുകയായിരുന്നു. താക്കൂർ സിദ്ധനെ വണങ്ങി. അദ്ദേഹം തിരിച്ചു പോകാൻ നേരം ആ സിദ്ധൻ അരുളി, ഈ പുസ്തകം വായിക്കണം. നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കും, തീർച്ച. ഭാവിയിൽ ജോലിക്കാര്യത്തിനായി നീ വടക്കോട്ട് പോകും. ഭാഗ്യത്താൽ നിനക്കപ്പോൾ ഒരു മഹാഋഷിയുടെ ദർശനമുണ്ടാകും. അവിടുന്ന് നിന്റെ മനം ശാന്തമാകും, സ്ഥിരമാകും. ആ മഹർഷീശ്വരൻ്റെ ഉപദേശങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. പോയിക്കോളൂ. സിദ്ധൻ അനുഗ്രഹിച്ചയച്ചു. സിദ്ധൻ്റെ അടുത്ത് പോയപ്പോഴുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. താമസിയാതെ താക്കൂറിന് സ്ഥലം മാറ്റമുണ്ടായി.
ഊന ജില്ലയിലെ ജുന്നാറിലേക്ക്. അങ്ങോട്ടുള്ള യാത്രയിൽ നാനിഘട്ട് മല കടക്കണം. ചെങ്കുത്തായ മല, വഴി ഇടുങ്ങിയതും കല്ലുകൾ നിറഞ്ഞതും അപകടകരവും. പോത്തിൻ്റെ പുറത്ത് കയറിയാണ് അവിടം കടന്നു പോവുക. സാധാരണ മനുഷ്യന് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മൃഗത്തിനെ ഉപയോഗിച്ചിട്ട് പോത്തിൻ്റെ പുറത്ത് കയറി പോവാന്ന് പറയണം. താക്കൂർ യാത്ര ആരംഭിച്ചു. പോത്തിൻ പുറത്തുള്ള യാത്രയല്ലേ. ശരീരമാകെ ഇളകി കുലുങ്ങി ഭയങ്കര വേദനയും ക്ഷീണവുമായി. പോത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്താൽ പറയണ്ടല്ലോ, അതും ഈ മലയുടെ മുകളിൽ കൂടെ നടക്കുക ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുതിയ സ്ഥലത്തെ ജോലി തീർന്നതോടെ കല്യാണിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അവിടെ വെച്ചാണ് താക്കൂർ നാനാ സാഹേബ് ചന്ദോർക്കറെ കണ്ടുമുട്ടുന്നത്. നാനാ സായിയെക്കുറിച്ചും തനിക്കുണ്ടായിട്ടുള്ള അപാരമായ അനുഭവങ്ങളെക്കുറിച്ചും താക്കൂറിനെ വിവരിച്ചു കേൾപ്പിച്ചു. താക്കൂറിന് സായി ഈശ്വരനെ കാണാൻ കൊതിയായി. നാന കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു. താമസിയാതെ അതിനൊരു അവസരം വന്നു. നാന അദ്ദേഹത്തെ ഷിർദിയിലേക്ക് വിളിച്ചു. പക്ഷേ കോടതിയിൽ അന്ന് ഒഴിയാനാവാത്ത കേസുണ്ടായിരുന്നതിനാൽ താക്കൂറിന് പോകാൻ വിഷമമുണ്ടായി. അതെല്ലാം ബാബ നോക്കിക്കൊള്ളുമെന്ന് നാന തൻ്റെ അനുഭവം മുൻനിർത്തി ഉറപ്പ് കൊടുത്തു. പക്ഷേ താക്കൂറിന് അക്കാര്യത്തിൽ അത്ര വിശ്വാസം പോരായിരുന്നു. അങ്ങനെ നാന ഒറ്റയ്ക്ക് യാത്രയായി. നാന നേരെ ഷിർദിക്ക് പോയി. താക്കൂർ കോടതിയിലേക്കും പോയി. കോടതിയിൽ ചെന്നപ്പോൾ സംഭവം വേറെ. അന്ന് എന്തോ അസൗകര്യത്താൽ കേസ് മാറ്റിയിരിക്കുന്നു. നാനായുടെ വാക്കുകൾ വിശ്വസിക്കാത്തതിനാൽ താക്കൂറിന് മനപ്രയാസമായി. ഒരു മഹാത്മാവിൻ്റെ ദർശനം നഷ്ടപ്പെട്ടല്ലോ എന്ന കുറ്റബോധവും താക്കൂറിനുണ്ടായി. താക്കൂർ ഉടൻ ഹൃദയയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. നാനായെ അവിടെ വെച്ച് കാണാനായിരിക്കും എന്നും ചിന്തിച്ചു. കാരണം നാന പോയിട്ടുള്ളത് ഷിർദിയിലേക്കാണുള്ളൂ. താമസിച്ചില്ല. താക്കൂർ ഷിർദിയിലേക്ക് വണ്ടി കയറി. സായി ഈശ്വര കൃപയാൽ അവിടെ പരിചയക്കാരനെ കാണാനായി. അയാളുടെ സഹായത്തോടെ താക്കൂർ ബാബയെ ദർശിച്ചു. ദർശനമാത്രയിൽ അദ്ദേഹം വശീകരിക്കപ്പെട്ടു. ഭഗവാനെ കണ്ട വഴിക്ക് തന്നെ താക്കൂറിൻ്റെ മനസ്സ് മുഴുവൻ ബാബയിലേക്ക് ലയിച്ചു എന്നാണ് പറയുന്നത്. വശീകരിക്കപ്പെട്ടു. ഇനി സായി തൃപ്പാദങ്ങളല്ലാതെ മറ്റൊന്നും തനിക്ക് ആശ്രയമില്ലെന്ന് അന്തരാത്മാവ് മന്ത്രിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഇനി ബാബയല്ലാതെ എനിക്ക് വേറൊരു ആശ്രയവും ഇല്ല എന്ന് ഭഗവാനെ കണ്ട മാത്രമേ തന്നെ താക്കൂറിന് തോന്നുകയാണ്. ആനന്ദാശ്രുക്കളോടെ തന്നെ വന്നിക്കുന്ന ഭക്തനോടായി ബാബ അരുളി, നിന്നോട് കന്നഡ സിദ്ധൻ അപ്പ പറഞ്ഞതുപോലെയോ നാനാഘട്ട് മല കടക്കും പോലെയോ എളുപ്പമല്ല ആധ്യാത്മിക മാർഗത്തിലേക്കുള്ള വഴി. ഈ ഭഗവാൻ ഏതൊരു ഭക്തനെ കണ്ടാലും അപ്പം തന്നെ മനസ്സ് വായിച്ചറിയും. മനസ്സിലായോ? അപ്പോൾ അതാണ് സിദ്ധന്മാർക്കുള്ള പ്രത്യേകത. അപ്പോൾ താക്കൂറോടെ പോയിട്ട് ചെന്ന് ഭഗവാനെ നമസ്കരിച്ചതോടുകൂടി ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ എത്രയോ ഈ അപ്പ എന്ന് പറയുന്ന സിദ്ധൻ എത്രയോ ദൂരെയാണ്, ഈ മലകൾക്കൊക്കെ അപ്പുറത്താണ് ഈ താക്കൂർ ആ സിദ്ധനെ കണ്ടത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ സിദ്ധൻ പറഞ്ഞതുപോലെയോ നാനാഘട്ട് മല, അപ്പോൾ അവിടുന്ന് സിദ്ധിയിലെത്തും വരേക്കുള്ള വഴിയാത്രയിലുള്ള നാനാഘട്ട് മല അത്രയും ദുർഘടം പിടിച്ച പോത്തിൻ്റെ പുറത്തൊക്കെ കയറി വരുന്ന ഒരു വലിയ മല, അതുപോലെയൊന്നും എളുപ്പമല്ല എന്ത് ആധ്യാത്മിക മാർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുകയാണ് ഭഗവാൻ. അത് വളരെ പ്രയാസമുള്ളതാണ്. ഇതുവഴി പോകാൻ നിന്റെ കഴിവുകൾ മുഴുവനും പൂർണ്ണമായും ഉപയോഗിക്കണമെന്ന് പറയാണ് താക്കൂറിനോട് ഭഗവാൻ. മറ്റാർക്കും മനസ്സിലാകാത്ത ഈ സൂചന താക്കൂറിൻ്റെ വർമ്മത്തിൽ തന്നെ തറച്ചു. താൻ എത്തേണ്ടടുത്ത് തന്നെ എത്തിയെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ആനന്ദാശ്രുക്കൾ ഒഴുക്കി കൈകൂപ്പുകളോടെ സായി തൃപ്പാദത്തിൽ ശിരസ് അർപ്പിച്ച് താക്കൂർ ഇടറിക്കൊണ്ട് പറഞ്ഞു, സായീശ്വര, ഞാൻ അനാഥനാണ്, എന്നെ സ്വീകരിക്കണേ, കരുണ ചൊരിയണേ, അവിടുത്തെ ചിറകിൻ കീഴിൽ എന്നെയും കാത്തുരക്ഷിക്കണേ. അവിടുന്ന് എനിക്കിനി ഈശ്വരൻ. കർണാടക സിദ്ധൻ പറഞ്ഞതെല്ലാം സത്യം. അന്ന് വായിച്ച ഗ്രന്ഥത്തിലെ ആശയം ഇപ്പോഴെനിക്ക് ശരിക്കും മനസ്സിലായി. ഇപ്പോൾ എൻ്റെ ഹൃദയം നിറയെ ആനന്ദമാണ് സ്വാമി എന്ന് ഭഗവാനോട് പറയാം.
ആനന്ദപരവശനായി നിൽക്കുന്ന ഭക്തനോട് കൃപാലുവായ ബാബ അരുളി, അപ്പ പറഞ്ഞതെല്ലാം സത്യം. വെറുതെ വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹം ഒരു ബുക്ക് വായിക്കാൻ കൊടുത്തുല്ലോ. അപ്പം അത് ഭഗവാനൊക്കെ മനസ്സിലായി. ഭഗവാൻ പറയണ വെറുതെ ബുക്ക് വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അതെല്ലാം നിത്യജീവിതത്തിൽ ശീലിക്കുക വേണം. അല്ലെങ്കിൽ കമിഴ്ത്തി വെച്ച കുടത്തിൽ ജലം ഒഴിക്കുന്നത് പോലെയാവുന്നു. ഭഗവാന്റെ ഓരോ ചെറിയ വാക്കുകളും അതിഭയങ്കരമായ തത്വത്തെ ഉൾക്കൊള്ളുന്നതാണ്. അതാണ് പറയുന്നത്. വെറുതെ പുസ്തകം വായിച്ചിട്ടൊന്നും കാര്യമില്ല. ആ പുസ്തകത്തിൽ പറയുന്ന തത്വങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ പകർത്തി നമ്മളത് ശീലിക്കണം എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ കമിഴ്ത്തി വെച്ച കുടത്തിൽ വെള്ളം ഒഴിക്കണ പോലെയാവും. പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക, മനസ്സിൽ പതിക്കും വിധം വായിക്കുക, അത് ആലോചിക്കുക, മനസ്സിൽ ഉറപ്പിച്ച് പ്രായോഗികമാക്കുക. അങ്ങനെയാണ് വേണ്ടത്. സാക്ഷാത്കാരം നേടിയ ഗുരുവിൻ്റെ കാരുണ്യം നേടണം. എങ്കിലേ പുസ്തകജ്ഞാനം ഫലവത്താകും. ഇപ്പോൾ വേറൊരു സംഭവം ഓർമ്മ വരികയാണ് അദ്ദേഹത്തിന്. പൂനെക്കാരനാണ് അനന്തറാവു പതൻകർ. അദ്ദേഹത്തിന് സായി ദർശനത്തിന് കൊതിയായി. ആഗ്രഹം ഉടൻ സാധിച്ചു. പതൻകർ ശ്രുതിയിലെത്തി മസ്ജിദിൽ വന്നു. ബാബയെ കൺകുളിർക്കെ കണ്ടു. അവസരം കിട്ടിയപ്പോൾ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് അദ്ദേഹം വേദനയോടെ പറഞ്ഞു, സ്വാമി, ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചു. ശാസ്ത്രങ്ങളും പുരാണങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ മനസ്സ് ഇപ്പോഴും പഴയതുപോലെ അസ്വസ്ഥം. ഞാനാകെ തളർന്നു പോകുന്നു. വായിച്ചതൊക്കെ പാഴായിപ്പോയി എന്നെനിക്ക് തോന്നുന്നു. വെറുതെ ശ്ലോകങ്ങൾ ഉരുവിടുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ട് എന്ത് കാര്യം? ഇതൊന്നും അറിയാത്ത സാധാരണ ഭക്തൻ എന്നേക്കാൾ എത്രയോ മെച്ചം. അവിടുന്ന് ഞൊടിയിടയിൽ ശാന്തിയേകുമെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. വ്യാകുലതകളെ അകറ്റി ധർമ്മപാതയിലേക്ക് നയിക്കുമെന്ന് അവിടുത്തെ ഭക്തന്മാർ പറയുന്നു. ബാബ, എന്നെ കൈവിടരുതേ, എന്നെ സ്വീകരിക്കണേ, കാക്കണേ. അപ്പോൾ ഈ അനന്തറാവു പതൻകർ പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ സായി ലീലയിൽ ഇങ്ങനെ ഓരോരോ ചെറിയ കഥകളാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ സാരാംശം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാലാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാവുക. സായീശ്വരൻ അപ്പോൾ രസകരമായൊരു കഥ പറഞ്ഞു. ഭഗവാൻ അങ്ങോട്ടൊരു കഥ പറഞ്ഞു. ഒരു കച്ചവടക്കാരൻ ഒരിക്കൽ ഇവിടെ ഒരു കുതിരയുമായി വന്നു. പെട്ടെന്ന് കുതിര 9 ചാണക ഉരുള ഇട്ടു. കച്ചവടക്കാരൻ ഒന്നും കളയാതെ ശേഖരിച്ച് മുണ്ടിൽ കെട്ടി. അന്നു മുതൽ അയാൾക്ക് മനസ്ഥൈര്യവും ശാന്തിയും ലഭിച്ചു തുടങ്ങി. ഭഗവാൻ ഒരു കഥ പോലെ പറയുകയാണ്. ഇവിടെ ഒരു കുതിര വന്നു. ആ കുതിര വന്ന സമയത്ത് കുതിര 9 ചാണക ഉരുള ഇട്ടു. ആ കുതിരക്കാരൻ അതെല്ലാം എടുത്തിട്ട് അയാളുടെ മുണ്ടി കെട്ടി. അപ്പോൾ അയാൾക്ക് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടിയെന്ന് ഭഗവാൻ പറയാണ്. പതൻകർക്ക് ബാബ അരുളിയതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. ആർക്കാ മനസ്സിലാവുക ഇങ്ങനെയൊക്കെ പറഞ്ഞ? പതൻകർ ഇക്കാര്യം ദാദാ കേൽക്കറോട് തിരക്കി. ദാദാ കേൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തനാണ്. അദ്ദേഹം പറഞ്ഞു, സായിദേവന്റെ വാക്കുകളുടെ അർത്ഥം മുഴുവനും ഗ്രഹിക്കാൻ എനിക്കാവില്ല. എങ്കിലും ഇക്കാര്യം കേട്ടപ്പോൾ മനസ്സിൽ പൊടുന്നനെ ഉദിച്ച ആശയം ഞാൻ പറയാം, കേട്ടോളൂ എന്ന് പറയാണ്. ആ കുതിര എന്ന് പറഞ്ഞത് ഭഗവാൻ തന്നെ. 9 ചാണക ഉരുളകൾ, നവവിധ ഭക്തി. 9 വിധത്തിലുള്ള ഭക്തിയെ കുറിച്ചിട്ടാണ് ഭഗവാൻ നിന്നോട് ഈ ചാണക ഉരുളയെ കുറിച്ച് പറഞ്ഞതെന്ന് പറയാണ്. അത് എന്തൊക്കെയാണെന്നാണ്: ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ആത്മനിവേദനം എന്ന് പറഞ്ഞാൽ ശരണാഗതി. ഇതിലേതെങ്കിലും ഒന്ന് ദൃഢവിശ്വാസത്തോടെ അനുഷ്ഠിക്കുക. അപ്പോൾ അവന് തീർച്ചയായും ശ്രീഹരി ദർശനമേകും. ഭക്തിയില്ലാതെ വ്രതങ്ങളും കഠിനാനുഷ്ഠാനങ്ങളും ചെയ്തിട്ടും ഫലമില്ല. സമയനഷ്ടം മാത്രം. മനം നിറയെ പ്രേമം നിറഞ്ഞ ഭക്തി, അതാണ് വേണ്ടത്. താങ്കൾ സത്യാന്വേഷകനായ ഒരു കച്ചവടക്കാരനാണെന്ന് സ്വയം സങ്കല്പിക്കൂ. നവവിധ ഭക്തി വളർത്തൂ. തീർച്ചയായും മനം ശാന്തമാകും, സ്ഥൈര്യം ലഭിക്കും. ആ വിശദീകരണം പതൻകറിന് ആശ്വാസമേകി. ഭഗവാൻ പറഞ്ഞ ഈ നവഭക്തി, ഈ 9 ചാണകുരുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
9 ഭക്തിയെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞത്. അതിലെന്തൊക്കെയാണ്? ഈ ശ്രവണം, കീർത്തനം. ശ്രവണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതുകൾ കേൾക്കുക, കീർത്തനം നല്ലത് പാടുക, സ്മരണം നല്ല സ്മരണകൾ ഉണ്ടാവുക, പാദസേവനം ഗുരുപാദത്തെ സേവിക്കുക, അർച്ചനം അർച്ചനകൾ നടത്തുക, വന്ദനം നമസ്കാരങ്ങൾ നടത്തുക, ദാസ്യം ദാസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സേവനം ചെയ്യുക, സഖ്യം കൂടിച്ചേരുക, അതേപോലെ ആത്മനിവേദനം മനസ്സുകൊണ്ടുള്ള അർപ്പണം ഉണ്ടാവുക, അതാണ് ശരണാഗതി. ഇത്തരത്തിലുള്ള 9 വിധത്തിലുള്ള ഭക്തി, ഇതെല്ലാം ഭക്തിയിൽപ്പെട്ടതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും മനസ്സിൽ നന്നായിട്ട് ദൃഢമായിട്ട് ഉറപ്പിച്ചിട്ട് അത് അനുഷ്ഠിക്കാനാണ് പറയണത്. അപ്പോൾ ശാന്തിയും സമാധാനം ഉണ്ടാവും എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിറ്റേ ദിവസം അദ്ദേഹം മസ്ജിദിൽ ബാബയെ ദർശിക്കാനെത്തി. നമസ്കരിക്കാൻ ഒരുങ്ങിയപ്പോൾ ബാബ ചോദിച്ചു അദ്ദേഹത്തിനോട്. എന്താ ചോദിച്ചേ? നീ ചാണക ഉരുളകൾ പറക്കിയോ എന്ന്. കാരണം ഭഗവാൻ പറഞ്ഞ കഥകളിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കിയോ, അതിൽ ഏതെങ്കിലുമൊക്കെ നീയെ കൈമുതലാക്കിയോ എന്നാണ് ഭഗവാൻ ചോദിച്ചത്. പതൻകർ തൊഴുകയിലൂടെ പ്രാർത്ഥിച്ചു, സ്വാമി അവിടുന്ന് അനുഗ്രഹിച്ചാൽ എനിക്കതിനാകും. ഞാനൊരു സാധുവും ദുർബലനുമാണ്, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുകയാണ്. പതൻകറിന് ആകെ കാര്യങ്ങളൊക്കെ ബോധ്യായി. എന്നിട്ട് പറയുകയാണ്, എല്ലാം നന്നായി വരും, ചെല്ലു. ബാബ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പതൻകർ അപ്പോൾ അനുഭവിച്ച ആനന്ദവും ശാന്തിയും ആർക്ക് വിവരിക്കാനാവും? ആർക്കും വിവരിക്കാൻ പറ്റില്ല. ഭഗവാന്റെ ദർശനം കിട്ടുക, ഭഗവാന്റെ വായിൽ നിന്നും മൊഴികളുണ്ടാവുക, പിന്നെ അത് മാത്രമല്ല തൊട്ടനുഗ്രഹിക്കുക, അതൊക്കെ നമുക്കൊന്നും വിവരിക്കാൻ പറ്റില്ല. കാരണം ഭഗവാനുള്ള സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയണത്. മറ്റൊരു ചെറിയ കഥ, വേറൊരു കഥയെക്കുറിച്ച് പറയാണ്. സായീശ്വരൻ എങ്ങനെ ഭക്തന്മാരെ നയിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് ഈ ലീലയിലൂടെ മനസ്സിലാക്കൂ എന്ന് പറയാം. ഒരിക്കൽ പണ്ഡർപൂരിൽ നിന്നൊരു വക്കീൽ ശുദ്ധിയിലെത്തി സായീശ്വരനെ ദർശിച്ചു. തൃപ്പാദങ്ങളിൽ വന്ദിച്ചു. ദക്ഷിണ തിരുമുമ്പിൽ സമർപ്പിച്ച ശേഷം വക്കീൽ ഒരു അരികിലേക്ക് മാറിയിരുന്നു. ബാബയുടെ അമൃതവചനങ്ങൾ കേൾക്കാൻ ശ്രമിച്ചു. ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഓരോരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം അതൊക്കെ കേൾക്കാനായിട്ട് ഈ വക്കീൽ ഒരു സൈഡിൽ ഇരിക്കുക എന്ന് പറയാം. സായീശ്വരൻ വക്കീലിനെ നേർക്ക് മുഖം തിരിച്ചു. പെട്ടെന്ന് ഭഗവാൻ ആ വക്കീലിൻ്റെ നേരെ മുഖം തിരിച്ചു. പിന്നീട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ വക്കീലിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പിന്നെ സംസാരിക്കണം. ജനങ്ങൾ എത്ര കഠിന ഹൃദയർ! അവർ ബഹുമാനം നടിക്കുന്നു, കാലിൽ വീഴുന്നു, ദക്ഷിണ സമർപ്പിക്കുന്നു. അതേസമയം മനസ്സിൽ ശാപ വചസ്സുകളും. ഇത് എത്ര വിചിത്രം! വക്കീലിൻ്റെ മനസ്സിലത് തറച്ചു കയറി. മറ്റാർക്കും ബാബ അർത്ഥമാക്കിയതെന്തെന്ന് മനസ്സിലായില്ല. പക്ഷെ വക്കീലിന് മനസ്സിലായി. ഒന്നും മിണ്ടിയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല, മൗനം പാലിച്ചതേ ഉള്ളൂ. വാടയിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ദീക്ഷിതിനോട് പറഞ്ഞു, ബാബയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ തുളച്ചു കയറി. അവിടുന്ന് പറഞ്ഞതെല്ലാം സത്യം തന്നെ. വക്കീൽ ഇക്കാര്യം വിശദീകരിച്ചു. പണ്ഡർപൂരിൽ സബ് ജഡ്ജ് നൂൽക്കർ രോഗശമനത്തിനായി ഷിർദിയിൽ പോയിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ബാറിൽ സംസാരമുണ്ടായി. സബ് ജഡ്ജിയെ പോലും പലരും നിശിതമായി വിമർശിച്ചു. പഠിപ്പും വിവരമുള്ളവർ ഇങ്ങനെയൊക്കെ വിവരക്കേട് കാണിക്കുന്നത് മഹാകഷ്ടമെന്നായിരുന്നു മിക്കവരുടെയും അഭിപ്രായം. ഞാനും അതിൽ പങ്കുചേർന്നു. മാത്രമല്ല വിമർശിക്കുകയും ചെയ്തു. പിന്നീടാണ് ഞാൻ ബാബയുടെ മഹത്വം മനസ്സിലാക്കിയത്. അതിനാൽ ദർശനത്തിന് വന്നു. എല്ലാ കാര്യങ്ങളും തനിക്കറിയാം എന്ന് വെളിപ്പെടുത്തിയതായിരുന്നു സായീശ്വരൻ ഇപ്പോൾ. അപ്പോൾ ഇയാൾ അവിടെ കാട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം ഈ വക്കീലോട് വന്നത് നമസ്കരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, അവസാനം ദക്ഷിണയൊക്കെ കൊടുക്കുക. പക്ഷേ അവിടെ വെച്ചിട്ട് ഒരു ജഡ്ജ് രോഗശമനത്തിനായി ഇങ്ങനെ പോയപ്പോഴാണ് ഇവരൊക്കെ കൂടിയിട്ട് ബാർ അസോസിയേഷനിൽ ഇരുന്നിട്ട് ഇമാരിയുള്ള വിമർശനങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ആ വിമർശനം പറഞ്ഞതിൽ ഈ വക്കീലും ഉണ്ടായിരുന്നു. ആ വക്കീലാണ് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പിന്നീട് നമസ്കരിക്കുകയും കാര്യങ്ങളും ദക്ഷിണ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഭഗവാൻ വക്കീലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞത്. ഈ സംഭവം നടന്നത് ഷിർദിയിൽ നിന്നും 100 നാഴിക അകലെ ഒരു ദിക്കിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷേ അവിടെ നടന്നതെല്ലാം
ഇവിടെ നിന്ന് എങ്ങും പോകാതെ സായീശ്വരൻ കൃത്യമായി അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? കാരണം അവിടുന്ന് സർവവ്യാപിയാണ്. ഭഗവാൻ സർവവ്യാപി ആയതുകൊണ്ടാണ് 100 മൈൽ അകലെ നടന്ന ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ വക്കീലിനെ മൂത്ത് നോക്കിയിട്ട് തന്നെ പറയാൻ കാരണം എന്ന് പറയണം. സായിയെ ഒളിച്ച് ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അത്യന്തം രഹസ്യമായ കാര്യങ്ങൾ പോലും അവിടുത്തെ മുന്നിൽ തുറന്ന പുസ്തകം പോലെ തന്നെ. ഉള്ളതുപോലും അവിടുന്ന് വ്യക്തമായി വായിക്കുന്നു. പിന്നെ എന്താണ് സായിച്ചിൽ നിന്നും നമുക്ക് മറയ്ക്കാനാവുക? എന്തിനാണ് മറയ്ക്കുന്നത്? വക്കീലിൻ്റെ മനം ഇളകി മറിഞ്ഞു. തൻ്റെ കുറ്റങ്ങളും കുറവുകളും ആ സുഹൃത്തിക്ക് മനസ്സിലായി. അദ്ദേഹം ഒരു ഉറച്ച തീരുമാനം കൈക്കൊണ്ടു. ഇനിമേൽ ആരെയും ഞാൻ നിന്ദിക്കില്ല, വിമർശിക്കില്ല എന്നൊക്കെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. അധമ വിചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയുമില്ല, ആരുടെയും കുറ്റവും പറയില്ല. ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടപ്പോൾ വക്കീലിൻ്റെ മനസ്സ് ആശ്വാസം പൂണ്ടു. ഇതൊക്കെ നമുക്കും സാധിക്കും. നമ്മൾ ഈ കാട്ടിക്കൂടുന്നതൊക്കെ ഇമാരുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാനും അതേ തീരുമാനം ദൃഢനിശ്ചയത്തോടെ സ്വീകരിക്കുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വേണ്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത്. നമ്മളും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ദൃഢനിശ്ചയത്തോടെ എടുക്കണം എന്ന് പറയാണ്. നമ്മളുടെ മനം പവിത്രമാവട്ടെ, സായി കൃപ നമ്മിലേക്ക് ഒഴുകട്ടെ. സായീശ്വരൻ്റെ ജീവിതം, മഹത്വം, അത്യഗാധം. അവിടുന്ന് പരബ്രഹ്മ സ്വരൂപം കൂടിയാണ് എന്നാണ് ഈ അധ്യായത്തിൽ 21-ാം അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഓം ജയ് സായിരാം, നമഃ ശിവായ. ഇനി അങ്ങോട്ട് 22-ാമത്തെ അധ്യായമാണ് അപമൃത്യു നിവാരണം. സായിരാം.